എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ എല്ലാവർക്കും. പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ട്, അത് പൊട്ടിക്കണം. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് തുറന്ന് നോക്കണം. ചെറിയൊരു ദീപാവലി ആഘോഷം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ദീപാവലിയുടെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി ലോക്കൊക്കെ ഉണ്ടോ. ഹാപ്പി ദീപാവലി. അപ്പോൾ നമ്മുടെ ഈ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മളിത് ഇന്നലെ കിട്ടിയിരുന്നു ഈ ഗിഫ്റ്റ്. അപ്പോൾ നമുക്കതൊന്ന് തുറന്നു നോക്കണം. ഇന്നലെ നമ്മൾ തുറന്നൊക്കെ നോക്കി. അപ്പോൾ ഗോൾഡ് കോയിനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ ഒന്ന് നോക്കാം, കാണാം എന്തൊക്കെയുള്ളത്. അപ്പം നമുക്ക് ഇന്ന് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ദീപാവലി എന്നുള്ള ബോക്സും അതിലൊരു ദിവാലിയുടെ ഒരു കാർഡുണ്ട്. പിന്നെ ഒരു അടിപൊളി സ്പെഷ്യൽ സാധനം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രാവശ്യം ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, ഒറിജിനൽ തന്നെയാണ്. 2 ഗോൾഡ് കോയിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് എത്ര ഗ്രാമാന്ന് ചോദിച്ചാൽ 6 ഗ്രാം സ്വർണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 5 ഗ്രാമിൻ്റെ ഇത് 5 ഗ്രാമിൻ്റെ ഒരു കോയിനും പിന്നെ ഉള്ളത് 1 ഗ്രാമിൻ്റെയാണ്. അതായത് 6 ഗ്രാം ഗോൾഡ് കോയിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 6 ഗ്രാം സ്വർണം കിട്ടിയിട്ടുണ്ട് ഈ ദീപാവലിക്ക്. അപ്പോൾ ബിസിനസ്സൊക്കെ നല്ല രീതിയിലായിരുന്നു ഈ വർഷം. കഴിഞ്ഞ വർഷം നമുക്ക് ഗോൾഡ് കോയിനൊന്നുമില്ല, പക്ഷേ ഇതുപോലെ ഒരു ബോക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോക്ലേറ്റൊക്കെ എല്ലാ വർഷവും അവർ കമ്പനിയിൽ നിന്ന് അയക്കുന്നതാണ്. അപ്പോൾ ദീപാവലിൻ്റെ തലേന്ന് കിട്ടിയതാണ്. നമ്മൾ അന്ന് ഇതൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ആ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചതാണ്. ഇതുപോലൊരു കുഞ്ഞ് ദീപമുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു 4 ചോക്ലേറ്റ്. പിന്നെ ഇത് കശുവണ്ടിയാണ്. 4 ബോട്ടിലിൽ 4 ഫ്ലേവറിലുള്ള കശുവണ്ടി. എല്ലാം കശുവണ്ടിയാണ്, ഓരോരോ ഫ്ലേവറാണ്. പക്ഷെ അതൊന്നും ഒരു രസമുണ്ടായില്ല. പിന്നെ ഈ ഗിഫ്റ്റ് 4 കിട്ടിയിരിക്കുന്നത് ബാങ്കിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇത് 4 നമുക്കുള്ളതല്ല, 4 പേർക്കുള്ളതാണ്. അപ്പോൾ അതിലൊന്നാണ് നമുക്ക്. അപ്പോൾ ബാങ്ക് മാനേജർ കൊടുത്തു വിട്ട ഒരു ഗിഫ്റ്റാണ്. ഇതിലെന്താണെന്ന് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്തൊന്ന് നോക്കാം. അപ്പോൾ ഇതിനുള്ളിലുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് നോക്കാം, ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് എന്ന്. ഇത് ഇങ്ങനെ പല ഇടത്തുനിന്നും 2-3 കമ്പനിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് വരലുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. ഇത് കാജു ബർഫി, ഒഡീഷ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ കാജു ബർഫി എന്ന് പറഞ്ഞാൽ കശുവണ്ടിയുടെ ഐറ്റമാണ്. കശുവണ്ടി കൊണ്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളവിടെ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. അടിപൊളി ടേസ്റ്റാണിത്. കശുവണ്ടി കൊണ്ടുണ്ടാക്കുന്ന ഒരു കേക്ക് പോലെ ഉള്ള സാധനമാണ്. നല്ല പാക്കിംഗ് ആണ് കേട്ടോ, നല്ല പാക്കിംഗ് ആണ്. അടിപൊളി ടേസ്റ്റാണിത്. കാജു ബർഫി നോർത്തിലൊക്കെയാണിത് കൂടുതൽ കിട്ടുന്നത്. നമ്മളവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഇങ്ങനത്തെ ആകൃതിയിലാണ് കേട്ടോ. അപ്പോൾ അത് മോന് കുറച്ച് കൊടുക്കുകയാണ്. മോൻ കഴിച്ച് നോക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചേട്ടൻ പറയും എന്നെ എടുക്കണ്ട വീഡിയോ. അപ്പം ഞങ്ങളിത് തലേന്ന് എടുത്തു വെച്ചതാണ്. ദീപാവലിയുടെ തലേ ദിവസം കിട്ടിയ ഗിഫ്റ്റാണ്. അപ്പോൾ അന്ന് മോന് വാങ്ങിയ പടക്കങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാൽ അതുകൂടി ഒന്ന് കാണിക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് മോന് വാങ്ങിയ പടക്കങ്ങളൊക്കെ അതാ. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും മോനെല്ലാം നേരത്തെ ടേബിളിലെല്ലാം സൈസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നോക്കുകയാണ്. മോന് കുറച്ച് പടക്കമൊക്കെ എല്ലാ വർഷവും ഇതുപോലെ വാങ്ങലുണ്ട്. കുട്ടികൾക്ക് ഇവിടെ ദീപാവലി എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടിക്കലാണല്ലോ മെയിൻ. അപ്പോൾ മോന് കുറച്ചധികം തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. പിന്നെ പൂത്തിരിയും ഇത് ചക്രവും അങ്ങനെ എല്ലാം ഓരോ ബോക്സ് തന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് ദീപാവലിയിൽ പൊട്ടിക്കണം. അപ്പോൾ ദീപാവലിയുടെ തലേന്ന് ഞാനിതെല്ലാം ഒന്ന് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇനി അതെല്ലാം ഇതെല്ലാം അങ്ങനെ ഈ പടക്കമുണ്ട്, ഒരു കൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ച് മോൻ കുറച്ച് നേരം എൻ്റെ കൂടെ പൊട്ടിച്ചിരുന്നിട്ട് പിന്നെ അവൻ പോയി പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പൊട്ടിക്കാൻ പോയി. കുറച്ച് നേരം ഞാനും മോനും കൂടിയൊക്കെ പൊട്ടിച്ചു. ഇത് വലിയ സൈസ് പൂത്തിരിയാണ്, ഈ മൺകുടത്തിലുള്ളത്. ഇത് സിഗരറ്റ് പോലത്തെ
പടക്കമാണ്, സിഗരറ്റ് പടക്കം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് ഒന്ന് ചെറിയ ആഘോഷങ്ങളാണ്, വലിയതായിട്ടൊന്നുമില്ല. അപ്പോൾ ദീപാവലിക്ക് നമ്മൾ വിളക്കെല്ലാം കത്തിച്ചതും തുളസിത്തറയിൽ വിളക്കെല്ലാം കത്തിച്ചതൊക്കെ കാണിച്ചു തരാം. എന്താ വേണ്ട, മോന് ഞാനും കൂടിയിട്ടാണ് എല്ലാം കത്തിച്ചത്. അപ്പോൾ ദീപാവലിക്ക് മോൻ പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങി. മോനാണെല്ലാം പൊട്ടിക്കുന്നത്. എൻ്റെ അമ്മ അത് പൊട്ടിയത് കണ്ട് നമ്മളും പേടിച്ചു പോയി. അതെന്താടാ ഇങ്ങനെ സൗണ്ടില്ലേന്ന്. ഈ ചക്രമാണെങ്കിൽ നിയന്ത്രണം വിട്ട് എങ്ങോട്ടൊക്കെയോ ഓടിക്കളഞ്ഞു. അപ്പോൾ ദീപം കത്തിച്ചതെന്ന് പറഞ്ഞാൽ തുളസിത്തറയിൽ കുറച്ച് ദീപം കത്തിച്ചെന്നേ ഉള്ളൂ, വേറെ എവിടെയും കത്തിച്ചില്ല. നമുക്ക് വലിയ ആഘോഷം ഇതുപോലെ ഫ്രണ്ട് ഡോറിൽ 2 ദീപവും പിന്നെ തുളസിത്തറയിൽ കുറച്ച് 2-3 ഇവിടെയാണ് മോന് സ്റ്റെയർകേസിൻ്റെ അവിടുത്തെ ജനലിലാണ് മോനെല്ലാം പടക്കം വെച്ചിട്ട് ഇത് വേണോ അത് പൊട്ടിക്കണോ, ഭയങ്കര ആകാംക്ഷയാണ്. അത് വേണോ ഇത് വേണോ, അത് നമുക്ക് പൊട്ടിക്കാം ഇത് പൊട്ടിക്കാം. നമ്മളെ മണിച്ചിത്രത്താഴിൽ നാഗവല്ലി പറയുന്ന പോലെ ആഭരണങ്ങൾ കാണിക്കുന്ന പോലെ എനിക്ക് അതൊക്കെ തോന്നിയത്. കാരണം അത്ര സന്തോഷമാണ് മക്കൾക്ക്. അപ്പോൾ അവൻ ഓരോന്നോരോന്നോരോന്ന് എനിക്ക് കാണിച്ചിട്ട് ഇത് ചെയ്യാം അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞത്. ഇതിവിടെ ദീപാവലി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണ് സന്തോഷം. കാരണം പടക്കങ്ങളൊക്കെ പൊട്ടിക്കുക എന്നുള്ള അവരുടെ ഒരാഗ്രഹം. ഇത് വേറൊന്നും എടുത്തിട്ട് ഇവിടെ പൊട്ടിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ. പടക്കം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് അവരുടെ കളിയൊക്കെ. പെൺകുട്ടികൾക്കാണ് പിന്നെയും പേടി മാറി നിൽക്കുന്നത്. ഇവർക്കതൊന്നുമില്ല. കണ്ടോ മോൻ പൊട്ടിക്കുന്നത്. മോൻ എന്നെയും വിളിക്കുന്നുണ്ട്, വാ മാമ നമുക്ക് 2 പേർക്കും ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും ഇറങ്ങി. നമ്മൾ ക്യാമറയൊക്കെ മൊബൈലൊക്കെ അവിടെ സ്റ്റാൻഡിൽ പിടിപ്പിച്ചിട്ട് ഞാനും അപ്പോൾ കുറച്ച് നേരം പൂത്തിരിയൊക്കെ കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഞാനും മോനുമാണ്. മോളില്ല, മോൾക്ക് ലീവുണ്ട്, പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് 1 ദിവസത്തേക്കായിട്ട് അവരെ വീട്ടിലേക്ക് വിടില്ല. അപ്പോൾ മോൾ അവിടെ പടക്കം പൊട്ടിക്കലും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഞാനും മോനും കൂടി ഇത് ഈ കളറ് പുത്തിരിയാണ്, അതാണ് ഈ കമ്പിത്തിരി, അതാണ് ഈ പിങ്ക് കളറിൽ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഒരു സന്തോഷമല്ലേ ദീപാവലി എന്ന് പറയുമ്പോൾ, എല്ലാവരുടെയും ഒരു സന്തോഷം ഈ പടക്കം പൊട്ടിക്കലാണല്ലോ. പിന്നെ ഇവിടെ ഒഡീഷയിൽ വേറെ ചിലതൊക്കെ ഉണ്ട് കേട്ടോ. ദീപാവലി എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ആഘോഷങ്ങൾ കൂടിയുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ടൈറ്റിൽ എല്ലാവരും ഒന്നിച്ച് ചേർന്നിട്ട് ഒരു ആഘോഷമുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനും മോനും കുറച്ച് നേരം ഇങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ച്, എൻ്റെ കൂടെ കുറച്ച് നേരം പൂത്തിരിയൊക്കെ കത്തിച്ചിട്ട് മോൻ അങ്ങ് താഴേക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും. അപ്പോൾ അവൻ അതിനുള്ള തിരക്കാണ്, വാവേം എന്നിട്ട് കുറച്ച് നേരം അമ്മേൻ്റെ കൂടെ കളിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ താഴെ പോയിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ധൃതി കൂട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇതെല്ലാം ഇവിടുന്ന് പടക്കവും ഇങ്ങനെ കത്തിച്ചിട്ട് താഴേക്ക് എറിയലൊക്കെ ഉണ്ട് കേട്ടോ. അതും മോനൊക്കെ ചെയ്തു, കുറേ ചെയ്തു. ഞാൻ പിന്നെ 1 വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. ഇനി മോൻ പറഞ്ഞു ഇനി എൻ്റെ ടൈമായി, ഞാൻ പോവുകയാണ് താഴേക്ക് എന്നും പറഞ്ഞിട്ട് അവൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൻ താഴേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൂടി പൊട്ടിക്ക് വീഡിയോ എടുക്കുന്നതല്ലേ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ഈ നെൽച്ചക്രവും അപ്പോൾ ഇത് ഇവിടെ ആകാശക്കുട പറക്കുന്നുണ്ടോ. ഇത് ഇവിടെ നോർത്തിലൊക്കെയാണ് ഞാനിങ്ങനെ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ബലൂണ് പോലെ ഒരു കവറ് പോലെ ഉണ്ടാവും. അപ്പോൾ ദീപം കത്തിച്ചിട്ട് വിടുന്നതാണേ. അത് ഹീറ്റ് ആകുമ്പോൾ മുകളിലേക്ക് കാറ്റിൽ പറന്ന് അങ്ങ് ആകാശത്തിൻ്റെ മുകളിൽ ഉയരത്തിൽ പറക്കും. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ആഘോഷക്കുട പറക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ ഒരു മുമ്പത്തെ വർഷത്തെ ദീപാവലിക്ക് ഞങ്ങളും അതുപോലെ പറത്തിയിട്ടുണ്ട്. അപ്പോൾ മോൻ താഴേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു ചേച്ചിയും മോനൊക്കെ നിന്നിട്ട് ഇവിടെ പൊട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുകയാണ്. വലിയൊരു പൂത്തിരി. അപ്പോൾ ഓരോ വീടുകളിലൊക്കെ ഇതുപോലെ ലൈറ്റൊക്കെ പിടിപ്പിച്ച് നല്ല രസമുണ്ട് കേട്ടോ.
താഴെ നമ്മളിവിടെ ഈ വർഷം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ ഒരു ഇത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞില്ല കാണിച്ചു തരാമെന്ന്. ഇത് ഇവരുടെ ഒരു ടൈറ്റിലുകാർ ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്ന ഒരു കർമ്മമാണ്. അത് ദീപാവലിയുടെ അന്നാണ് ഇവർ ചെയ്യുന്നത്. അത് ഞാൻ പഴയ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ എന്തോ ഒരു പ്രാർത്ഥന അവരിങ്ങനെ ചൊല്ലും. അപ്പോൾ അത് മരിച്ചവർക്ക് വേണ്ടിയിട്ട് എന്നാണ് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു. പൂർവികന്മാർക്ക് മുതുമുത്തച്ഛന്മാരൊക്കെ മരിച്ചില്ല, അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് എന്തോ ഒരു ഇത് ചെയ്യുന്നതാണ്. അതങ്ങനെയാണ് അറിഞ്ഞത്. അപ്പോൾ എന്നിട്ട് അതിങ്ങനെ കത്തിച്ച് ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് എല്ലാവരും അവരവരെ വീടുകളിലേക്ക് പോയിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കത്തിച്ചിട്ട് എന്നിട്ട് പടക്കമൊക്കെ പൊട്ടിക്കും. അതാണ് ഇവരുടെ ഒരു ഇത്. എന്നിട്ട് അവരവരെ വീടുകളിലേക്ക് പോകും. അപ്പോൾ ഈ ഇന്നത്തെ ദിവസം പൂജയും ദീപം കത്തിക്കലും പടക്കം പൊട്ടിക്കലും പിന്നെ ഇതുപോലെയുള്ള ഈ ഒരു ചടങ്ങുകളും പിന്നെ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ആചാരങ്ങളാണല്ലോ അല്ലേ. ഇവിടുത്തെ ഒരു ഏരിയയല്ല, നമ്മളവിടെ നിന്ന് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഓരോരുത്തർക്ക് ഓരോ ആചാരങ്ങൾ. അപ്പോൾ ഇതുപോലെ ഇവരുടെ ഒരു ആഘോഷമാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ദീപാവലി ആഘോഷമാണ്. മുഴുവനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ ഇനിയൊരു വീഡിയോയിൽ ഞാൻ അടുത്ത വർഷം ഞാൻ ശരിക്കും വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ഇവരുടെ ഒരു അപ്പോൾ എല്ലായിടത്തും പടക്കം പൊട്ടിക്കലും ആ ഏരിയയിൽ കുറച്ച് പിള്ളേർക്ക് അപ്പുറത്തെ ഏരിയയിൽ വീടിൻ്റെ അവിടെ കത്തിക്കുന്നു, ഇവിടെ വീടിൻ്റെ അവിടെ പടക്കം കത്തിക്കലും പൂത്തിരി കത്തിക്കലും അങ്ങനെ ഓരോരോ ഏരിയയിലും ചടപടാന്ന് പടക്കം പൊട്ടിക്കൽ തന്നെയാണ്. നമ്മളെ ദീപാവലി ആഘോഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒഡീഷയിലെ ദീപാവലി ആഘോഷം. ചെറുതായിട്ടാണ് ഞാൻ കാണിച്ചത്, വലിയ ആഘോഷമായിട്ടൊന്നും ഞങ്ങൾക്കും ഇല്ല. അപ്പോൾ നല്ല അടിപൊളി ഒരു വീഡിയോയിൽ വരുന്നവരേക്ക് എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.